പഠിക്കുന്ന സമയത്ത് ഒരു ചായ കുടിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത്. വേറെ എവിടെയല്ല, തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് എത്തിപ്പെടാനും പറ്റില്ല. ഇതൊരു ഹോട്ടലാണെന്ന് പറയുമോ? ഈ ഹോട്ടലിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. മെയിൻ പ്രത്യേകത ഈ നടന്നു പോകുന്ന വഴി തന്നെയാണ്. കംപ്ലീറ്റ് റാമ്പാണ്. സ്പൈറൽ രൂപത്തിലുള്ള റാമ്പുകളിലൂടെയാണ് നമ്മൾ നടന്ന് ഇതിൻ്റെ മുകളിലേക്ക് എത്തുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടേബിളും ചെയറും കാര്യങ്ങളൊക്കെ. ഉമ്മയും ഉപ്പയും എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള ടേബിൾ തിരയാണ്. ഏതായാലും നമ്മളെ പഴയ പുറത്ത് കാണുന്ന ഹോട്ടലിലത്തെ പോലെ വലിയ ടേബിളൊന്നും ഇവിടെ കാണാൻ പറ്റില്ല കേട്ടോ. അതുപോലെ ഇവിടെ എ സിയോ ജനാലയോ ഒന്നുമില്ല. ഈ കാണുന്ന ഓപ്പണിങ്സ് ആണ് കാണുന്നത് കേട്ടോ. കംപ്ലീറ്റ് ബ്രിക്ക് വർക്ക് കൊണ്ടാണ് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആർക്കിടെക്റ്റ് ലോറി ബേക്കറാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നെയ് റോസ്റ്റ്, മസാല ദോശ, പൊറോട്ട എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾ പൊറോട്ടയും ബീഫും സെലക്ട് ചെയ്തു. നല്ല അടിപൊളി പൊറോട്ടയും ബീഫും ആയിരുന്നു. പിന്നെ എൻ്റെ ഡൗട്ടായിരുന്നു ഇവിടുത്തെ വാഷ് ബേസിൻസും ടോയ്ലറ്റൊക്കെ എങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക എന്നുള്ളത്. അതൊക്കെ ഈ ഒരു റാമ്പിനോട് ചേർന്നിട്ട് തന്നെ ഓരോ സെൻട്രലായിട്ടാണ് ഇതിൻ്റെ ടോയ്ലറ്റും വാഷ് ബേസിനും ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം എങ്ങനെയാണ് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചുറ്റി കാണാൻ പോയി. നേരെ ടോപ്പിലെത്തി. ടോപ്പിലത്തെ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഈ ടോപ്പിലേക്ക് ഇറങ്ങുന്ന തൊട്ട് മുന്നായിട്ട് ചെറിയ റൂം സ്പേസ് ഉണ്ട്. അവിടെ ഇപ്പോൾ അവരുടെ വർക്കേഴ്സിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും അവരുടെ സ്റ്റോറേജ് ഏരിയ ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം തമ്പാനൂർ വന്നാൽ നിങ്ങൾക്കും ഈ ഒരു ഹോട്ടൽ കാണാൻ പറ്റും. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം.